സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം തുടരുന്നു. ഭാഗം 8. സ്തംഭിച്ച് നിന്നുപോയി ഒരു നിമിഷം. എന്നിട്ടേ ഫ്രിഞ്ചിക്ക് അനങ്ങാൻ കഴിഞ്ഞുള്ളൂ. ഐവി ഒരാഴ്ചയിലധികം എല്ലാവരിൽ നിന്നും ഒളിച്ചു നിന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ അവളെ കണ്ടെത്തുന്നതോ അന്യനൊരുവൻ. അതൊരു എസ്ഐ അല്ലായിരുന്നുവെങ്കിൽ ഐവിയെ തൊട്ടവൻ്റെ കൈ വെട്ടുമായിരുന്നു ഫ്രിഞ്ചി. എങ്കിലും അവൻ പാഞ്ഞാണ് അടുത്തെത്തിയത്. ഇവിടെ എന്താണ് സാർ? എന്തിനാണ് ഐവിയെ പിടിച്ചു വലിക്കുന്നത്? വന്ന വരവിൽ കിതപ്പോടെയാണ് ചോദ്യം. ഇതോ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്താ? എസ് ഐ ഐവിയുടെ കയ്യിന്മേലുള്ള പിടിവിട്ടു. പ്രതിയോ? ആരാണ് പ്രതി? ഫ്രിഞ്ചി ചോദിച്ചു. അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവൾ പ്രതിയാകാൻ എന്തു കുറ്റം ചെയ്തു? വീട്ടിൽ നിന്നും ഒളിച്ചോടി. അത് കുറ്റമാണോ? കുറ്റമല്ലെങ്കിൽ എന്തിന് കണ്ടുപിടിച്ച് തരാൻ പരാതി തന്നു? നിങ്ങളും ഉണ്ടായിരുന്നല്ലോ കൂടെ. എസ് ഐ ക്രുദ്ധനായി. സോറി സർ. പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോൾ ഫ്രിഞ്ചിയുടെ സ്വരം താഴ്ന്നു. 2-3 ദിവസമായി ഈ കുട്ടി പറയുന്ന താളത്തിന് ഞാൻ തുള്ളുന്നു. നിങ്ങളുടെ അപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രം. നോ, എൻ്റെ സുപ്പീരിയർ ഓഫീസർ പറഞ്ഞതുകൊണ്ട് മാത്രം. എന്ത്? ഡാഡി പറഞ്ഞുവെന്നോ? ഫ്രിഞ്ചി അമ്പരന്നു. യെസ്, ഈ കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ സാറിൻ്റെ വീട്ടിലെത്തിക്കാനാണ് നിർദ്ദേശം. വീട്ടിൽ? ഫ്രിഞ്ചി ഓർത്തു. ജീവിച്ചിരിക്കുന്നെങ്കിൽ ജീവനോടെ, മരിച്ചിട്ടുണ്ടെങ്കിൽ ശവം. 3 ദിവസത്തിനുള്ളിൽ നിന്റെ മുൻപിൽ എത്തിക്കും. പറഞ്ഞ വാക്ക് കൃത്യമായും പാലിക്കാൻ ഡാഡി ശ്രദ്ധിച്ചിരിക്കുന്നു. പിന്നെ ഐവിയോടായി തിരിഞ്ഞ് എസ് ഐ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ സൂക്ഷിക്കാനാണ് വനിതാ പോലീസിൻ്റെ ആവശ്യം. ഒളിച്ചോടിയ പെണ്ണിനെ വീട്ടിലെത്തിക്കാൻ തൽക്കാലം ഒരു വനിതാ പോലീസിൻ്റെ ആവശ്യമില്ല. മനസ്സിലായല്ലോ? അവൾ അല്ലെങ്കിൽ തന്നെ ഒരു സ്തംഭനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അടുത്തെത്തി നിൽക്കുന്നത് ഫ്രിഞ്ചിയാണ്, തൻ്റെ പ്രിയപ്പെട്ട ഫ്രിഞ്ചി. ആരിൽ നിന്നൊക്കെ ഒളിച്ചോടിയോ അവരെല്ലാം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം, ഈ ദിവസം അസ്തമിച്ച് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ മിസ്റ്റർ ഫ്രിഞ്ചിയും കയറിക്കോളൂ. ജീപ്പിൽ ഇരുവരെയും ഒരുമിച്ച് വീട്ടിലെത്തിക്കാം. സർ, അതിനു മുൻപ് എനിക്കൊരു 20 മിനിറ്റ് സമയം വേണം. ഫ്രിഞ്ചി പെട്ടെന്ന് പറഞ്ഞു. 20 മിനിറ്റ്? യെസ് സർ. എനിക്കും ഐവിക്കും തനിച്ച്. സാർ സ്റ്റേഷനിൽ കാത്തിരുന്നാൽ ഞങ്ങളവിടെ എത്തിക്കൊള്ളാമായിരുന്നു. എന്നിട്ട് സാർ തന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്തോളൂ. സാധ്യമല്ല. നിങ്ങൾക്ക് 20 മിനിറ്റ് പോരെ? അതിന് ഞാൻ സ്റ്റേഷനിൽ പോകണമെന്നില്ലല്ലോ. ഞാൻ ജീപ്പിൽ കാത്തിരിക്കാം. അത് മതി സാർ, ഫ്രിഞ്ചി പറഞ്ഞു. ഇല്ല, ഞാൻ വരില്ല. എങ്ങോട്ടും വരില്ല. ഫ്രിഞ്ചി ഞെട്ടിത്തിരിഞ്ഞു. ഐവി, നീ എന്താ പറഞ്ഞത്? തിരിച്ചു പോകാൻ വേണ്ടിയല്ല ഐവി അവിടെ നിന്നിറങ്ങിയത്. അവളുടെ സ്വരം ഉറച്ചതായിരുന്നു. ഐവി, ആലോചിക്കാതെ പറയരുത്, ഫ്രിഞ്ചി ചൊടിച്ചു. ആലോചിച്ചിട്ട് തന്നെയാ. ഒരു രാത്രി മുഴുവൻ ആലോചിച്ചിട്ടാണ് ഞാൻ ആ വീട് വിട്ടത്. നീ വീട് വിട്ടു, എല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ നിന്നെ ആരും ഉപേക്ഷിച്ചില്ലല്ലോ. എനിക്കാരെയും വേണ്ട, എന്നെയും. വെൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അനാദിയായ ഒരു നിർത്ത്. ഫ്രിഞ്ചി ദേഷ്യപ്പെട്ടു. നീ ഇതാരോടാണ് പറയുന്നതെന്ന് നിനക്കറിയാമോ? അറിയാം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ നോക്കുന്നവർ ഫ്രിഞ്ചിക്കുണ്ടല്ലോ. അവർക്കും സമ്മതമായ. വൈകിപ്പോയി ഫ്രിഞ്ചി. ഐവിയുടെ സ്വരം പതറി തുടങ്ങിയിരുന്നു. ഓക്കെ ഫ്രിഞ്ചി, ഞാൻ ജീപ്പിൽ വെയിറ്റ് ചെയ്യാം. എസ് ഐ ചന്ദ്രമോഹൻ പുറത്തേക്കിറങ്ങി വഴിയിലെത്തി. തൻ്റെ ജീപ്പിനുള്ളിൽ കയറിയിരുന്നു. തോമസും ത്രേസ്യാമ്മയും ആകെ ആശങ്കപ്പെട്ടു നിൽക്കുകയാണ്. ജോയിയും റോസ്ലിയും പോയി കഴിഞ്ഞു. രാവിലെ മുതൽ മിഷ്യൻ വാങ്ങാൻ പോകാൻ ഒരുങ്ങുന്നു. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. അവിടുന്ന് സിംസ്തേരിയിൽ പോയി. എന്നിട്ടോ ബോധം കെട്ടുപോയ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട്. ഒരുവിധം പെണ്ണിൻ്റെ ബോധക്കേടൊക്കെ മാറ്റി ഉപദേശിച്ച് ഉഷാറാക്കി പോകാൻ ഒരുങ്ങുമ്പോഴാണ് നശിച്ച എസ് ഐയുടെ വരവ്. ഇതാ ഇപ്പോൾ ഈ പെണ്ണിനെ കൊണ്ട് പോകാൻ പുതിയൊരുത്തിന് വന്നേക്കണു. എൻ്റെ പിതാവേ, മനസ്സിൽ കണ്ടതൊക്കെ തകരുന്ന ലക്ഷണമാണല്ലോ. തോമസിൻ്റെ ചങ്കിടിച്ചു. ത്രേസ്യാമ്മയ്ക്കും ആകെ അങ്കലാപ്പായി. ഇരുവരും അകത്തേക്ക് വലിഞ്ഞു. ആലോചനയായി. പണമിരിക്കുന്ന ബാഗ് പുരയ്ക്കുള്ളിലുണ്ട്. അവരൊക്കെ മുറ്റത്താണ്. കുറേ ഇങ്ങെടുത്താലോ? അയ്യോ വേണ്ട. ത്രേസ്യാമ്മയ്ക്ക് ഭയം. ആ എസ് ഐ കാലനാ. അങ്ങേർക്കറിയാം ആ കല്ലറ വിളിക്കാൻ നിങ്ങളും ഉണ്ടായിരുന്നെന്ന്. സത്യമായിട്ടും അയാൾ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ നിങ്ങൾക്കിട്ട് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. ഇനിയിപ്പോൾ എന്താ വഴി? അവൾ പോകുന്നെങ്കിൽ പോകട്ടെ. പോകും മുമ്പ് നമുക്ക് അവളോട് തന്നെ പറഞ്ഞു മേടിക്കാം. കൗശല്യവും കാശല്ലയോ അതിനുള്ളിൽ കിടക്കുന്നേ? ആ കപ്പ്യാർക്ക് പുല്ലുപോലെ 10,000 കൊടുത്തവൾക്ക് നമുക്ക് കുറച്ച് തരാനാണോ വിഷമം? അത് മതി, പിടിച്ചു പറിക്കേണ്ട, അവൾ തരും. ഇരുവരും സമ്മതിച്ചു. പുറത്ത് ഐവി ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അപ്പോഴും അവൾ പറഞ്ഞു. എനിക്ക് ഫ്രിഞ്ചിയെ അറിയാം. ഫ്രിഞ്ചിക്ക് ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ മകളല്ലാത്ത ഒരുവളെ അംഗീകരിക്കാൻ പറ്റുമോ?
ഫ്രിഞ്ചി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. നീ ഓർക്കുന്നോ, നമ്മൾ കോളേജിൽ വെച്ച് ഗിത്താറിൽ മത്സരിച്ചത്? കിടയേറ്റ മത്സരത്തിൽ ഞാൻ 1-ാം സ്ഥാനം വാങ്ങിച്ചത്. 2-ാം സ്ഥാനമായി പോയി നിനക്കെങ്കിലും. നിന്റെ പെർഫോമൻസ് എനിക്ക് എന്ത് ഇഷ്ടമായെന്നോ. ആ ഇഷ്ടം ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ടായിരുന്നില്ല. നിന്നെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് നീ ആരുടെ മകളാണെന്ന് അന്വേഷിച്ചത് തന്നെ. ഒരു ജഡ്ജിയുടെ മകളെന്ന് കേട്ടപ്പോൾ നിന്നെ പ്രാപിക്കാനുള്ള അത്യാർത്തി എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, ഇന്നും സ്നേഹിക്കുന്നു. എനിക്ക് അവളെയാണ് വേണ്ടത്. ഫ്രിഞ്ചി അവൾക്ക് മുമ്പിൽ നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ ഫ്രിഞ്ചി, ഞാൻ വരില്ല. ഇനി ആ നാട്ടിലേക്ക് ഞാനില്ല. അവൾ മന്ത്രിക്കും പോലെ വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. ഞാനിനി വരില്ല ഫ്രിഞ്ചി. എന്തുകൊണ്ടാണെന്ന് ആദ്യം അറിഞ്ഞത് ഫ്രിഞ്ചിയാണ്. ഇല്ല, നിന്നെ എൻ്റെ കാറിനുള്ളിലിരുത്തി അവിടെ ഇരിക്കാൻ ഞാനാണ് പറഞ്ഞത്. നീ പക്ഷെ ഞങ്ങളുടെ സംഭാഷണം ഒളിച്ചു നിന്ന് കേട്ടു. ചീപ്പായിപ്പോയി. അവൻ ദൃഢമായി തന്നെ പറഞ്ഞു. നീ ഒളിച്ചു നിന്ന് കേട്ടില്ലെങ്കിലും നിന്നോട് ഞാൻ എല്ലാം പറയുമായിരുന്നു. ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതല്ല, മനഃപൂർവ്വമല്ല, യാദൃശ്ചികമായിട്ട് പക്ഷിയെ നോക്കാൻ പോയപ്പോൾ. ഓക്കെ ഫ്രിഞ്ചി കൈയെടുത്ത് വിലക്കി. പക്ഷിയെ നോക്കാൻ പോയി, യാദൃശ്ചികമായി കേട്ടു. എന്നിട്ട് ഒരക്ഷരം പറയാതെ നീ അവിടെ നിന്ന് പാഞ്ഞു പോയി. ഞാൻ ഫോൺ ചെയ്തിട്ടും നീ പറഞ്ഞില്ല. എന്നോടൊരക്ഷരം മിണ്ടാതെ നീ ഒളിച്ചോടി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ നിന്നോട്? ഐവി സ്തബ്ധയായി. ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ നിനക്കറിയാമോ? അതെത്രത്തോളം ഉണ്ടെന്ന്? അവൻ വല്ലാതെ വികാരാധീനനായി. ഞാൻ പിന്നെ സന്തോഷിക്കുകയായിരുന്നോ? ഐവിയുടെ സ്വരവും പതറി. ഞാൻ ആരൊക്കെയോ ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം ആരുമല്ലാതായി. തെരുവോരത്തിരുന്ന് കരഞ്ഞ ഒരു പെണ്ണ്. ഞാനതെങ്ങനെ സഹിക്കും ഫ്രിഞ്ചി? എനിക്ക് ജന്മം തന്ന മനുഷ്യനെ കൊന്ന് ചോര കുടിച്ചവൻ തന്നെ എന്നെ പരിപാലിച്ച് വളർത്തുക. എൻ്റെ വിധി മറ്റാർക്കെങ്കിലും ഉണ്ടോ ഫ്രിഞ്ചി? ജീവിക്കാൻ എനിക്കൊട്ടും ആശയില്ലാതായി. ഞാൻ പുറപ്പെട്ടത് അങ്ങനെയാണ്, ചോര പുരണ്ട കൈകളിൽ വിലങ്ങ് വയ്പ്പിക്കുക. പിന്നെ ഐവി ഇത്തവണ കരഞ്ഞുപോയി. ഫ്രിഞ്ചിക്ക് വല്ലാതായി. അവളുടെ കയ്യിൽ പിടിച്ച് തോളിലൊന്ന് തലോടി അവൻ നിന്നു. സാന്ത്വനത്തിൻ്റെ നിയന്ത്രണം പോലെ അവൻ ചോദിച്ചു, പറയൂ, പിന്നെ എന്തായിരുന്നു നിൻ്റെ ലക്ഷ്യം? പിന്നെ ഈ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ചോര പുരണ്ട മുറിയിൽ കിടന്ന് പ്രായശ്ചിത്തം പോലെ മരിക്കുക. അവൾ വിങ്ങിപ്പൊട്ടി. ഐവി! ഫ്രിഞ്ചി അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. പകലാണെന്ന്, മുൻപിൽ വഴിയാണെന്ന്, മുറ്റമാണെന്നൊക്കെ അവൻ മറന്നുപോയി. കരച്ചിൽ പോലെ ചോദ്യം. നീ എന്താ പറഞ്ഞത് ഐവി? എന്നോടാണോ പറഞ്ഞത്? നീ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂ ഈ ഐവി? ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? അവൾ പിടഞ്ഞകന്ന് കണ്ണീർ തുടച്ചെറിഞ്ഞ് ചോദിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്താലാണ് പ്രായശ്ചിത്തമാവുക? എന്തിൻ്റെ പ്രായശ്ചിത്തം? നീ എന്ത് തെറ്റ് ചെയ്തു? അപ്പൻ്റെ ചോര പുരണ്ട കൈകളിൽ കിടന്ന് ഞാൻ വളർന്നു. അപ്പൻ്റെ ജീവനെടുത്തവൻ്റെ ചോറ് ഞാൻ ഉണ്ടു. അതിൻ്റെ പ്രായശ്ചിത്തം, അവൾ പറഞ്ഞു. അപ്പൻ ഫ്രിഞ്ചി അസഹ്യതയോടെ പറഞ്ഞു. നിനക്ക് ഈ അപ്പൻ എന്നുണ്ടായി? എന്നുണ്ടായതായാലും അപ്പനല്ലാതാകുമോ? അവൾ ചോദിച്ചു. ഫ്രിഞ്ചിക്ക് ഫ്രിഞ്ചിയുടെ ഡാഡിയുടെ വിലയറിയില്ലേ? എത്ര പ്രിയപ്പെട്ടതാണ് ഫ്രിഞ്ചിക്ക് ഡാഡി. ഞാൻ ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ എന്നെ താലോലിച്ച് സ്നേഹിച്ച് എനിക്ക് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന എൻ്റെ അപ്പൻ എനിക്ക് പ്രിയപ്പെട്ടവനാകും, ഞാൻ പോലും അറിയാതെ. നിനക്ക് അങ്ങനെയൊക്കെ തന്ന പ്രിയപ്പെട്ട അപ്പൻ ആരാണ്? ഈ പറയുന്ന നിൻ്റെ അപ്പനോ അതോ ജഡ്ജി സാറോ? വാരിക്കോരി തരാൻ വേണ്ടിയാണോ എനിക്ക് ജന്മം തന്നയാളെ കൊന്നത്? ജന്മം തന്നതുകൊണ്ട് മാത്രം അപ്പനാകില്ല ഐവി. ശരിയാണ്, പക്ഷെ അപ്പനെ കൊന്നിട്ട് എന്നെ അനാഥയാക്കിയിട്ടാണ് ഈ വാരിക്കോരി തന്നതെങ്കിലോ? ഐവി, ജഡ്ജിയെപ്പോലെയുള്ള ഒരാൾ ഒരിക്കലും മനഃപൂർവ്വം ഒരാളെ കൊല്ലുകയില്ല. യാദൃശ്ചികമായി സംഭവിച്ചു പോയതായിരിക്കും. നിന്നെ തെരുവോരത്ത് കണ്ടപ്പോൾ എടുക്കാതിരുന്നുവെങ്കിലോ? നീ ഇന്നും ഏതെങ്കിലും ഒരു തെരുവുപെണ്ണാകുമായിരുന്നു. പക്ഷേ നിന്നെ എടുത്ത് ഇന്നത്തെ നിലയിൽ വളർത്തി എന്നത് തന്നെ ഒരിക്കൽ ചെയ്ത തെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. ഫ്രിഞ്ചിക്ക് എൻ്റെ മനസ്സ് പിടികിട്ടുകയില്ല. നിൻ്റെ മനസ്സ് കല്ലാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. കല്ലാണ്, ഇരുമ്പാണ്, സമ്മതിച്ചു. എന്നെ വിട്ടേക്ക്. ഫ്രിഞ്ചിക്ക് മറ്റൊരു നല്ല കുട്ടിയെ കിട്ടും. ആ തീരുമാനം എനിക്ക് വിട്ടേക്ക്. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഇവിടെ വന്നത് ജഡ്ജി ജോൺ ഫ്രാൻസിസ് എന്ന മനുഷ്യൻ പറഞ്ഞിട്ടാണ്. ആയിട്ടൊന്ന് നടുങ്ങി. എന്തിന്? പോക്കറ്റിൽ നിന്നും ഒരു നീണ്ട കവർ എടുത്തിട്ട് ഫ്രിഞ്ചി പറഞ്ഞു. ഇതാ ഈ കവർ നിനക്ക് തരാൻ. ഇതെന്താണ്?
എന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയില്ല. അഡ്രസ്സ് നിൻ്റേതാണ്, നിൻ്റെ കയ്യിൽ തരാനാണ് പറഞ്ഞത്. ഇതാ. ഐവി വാങ്ങിയില്ല. ഫ്രിഞ്ചി അവളുടെ കൈ പിടിച്ച് ബലമായി ആ കവർ പിടിപ്പിച്ചു കൊടുത്തു. അത് തുറന്നു വായിക്ക്. ഐവി മടിച്ചു നിന്നു. ഐവി, ഞാനാണ് പറയുന്നത്, അത് തുറന്നു വായിക്ക്. നീ അത് വായിച്ചു തീരും വരെ നിൻ്റെ അടുത്ത് നിൽക്കണമെന്നും നീ എന്തു മറുപടി പറഞ്ഞാലും ആ മറുപടി കൊണ്ടേ തിരികെ വരാവൂ എന്നും ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം എൻ്റെ ആരുമല്ല. നിനക്കും ഇന്ന് അദ്ദേഹം ആരുമല്ല. ഇത് ഇവിടെ കൊണ്ടുവന്ന് തരാൻ ഞാനെടുത്ത റിസ്ക് ഉണ്ടല്ലോ, അതേ റിസ്ക് ഇത് വായിക്കാൻ നിനക്കും ഉണ്ടാകണം. ഐവി ആ കവർ ഉയർത്തി നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. കുമ്പസാരമായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നീ ഇത് വായിക്ക്. ഫ്രിഞ്ചി അവൾക്ക് മുമ്പിൽ നിന്നു. ഐവി ദേഷ്യത്തോടെ ആ കവർ വലിച്ചു തുറന്നു. അതിൽ നിന്ന് മടക്കിയ കുറേ പേപ്പറുകൾ വലിച്ചെടുത്ത് നിവർത്തി. അതിലൂടെ അലക്ഷ്യമായി കണ്ണോടിച്ചു. എൻ്റെ മോൾക്ക്, പപ്പയുടെ പൊന്നുമോൾക്ക്. ഐവി നിർത്തി. പല്ല് കടിച്ചു. പപ്പയുടെ പൊന്നുമോൾ. അവൾ വീണ്ടും അതിലൂടെ കണ്ണോടിച്ചു. പപ്പയുടെ പൊന്നുമോൾ ഇത് മുഴുവൻ വായിക്കണം. അതിനുള്ള ക്ഷമയെങ്കിലും പപ്പയ്ക്ക് വേണ്ടി മോൾക്കുണ്ടാകണം. ഒരുപാട് കാര്യങ്ങൾ പപ്പയ്ക്ക് പറയാനുണ്ട്. ഇതിനു മുൻപൊന്നും പറയാത്ത കാര്യങ്ങൾ, ഒരിക്കലും പറയേണ്ടുന്ന ആവശ്യമുണ്ടാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ. ഈ കത്ത് ഇത്തിരി നീളമുള്ളതാണ്. ദീർഘിച്ചെഴുതിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പരിപൂർണമായി വിശദീകരിച്ച് മോൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. മോളുടെ മനസ്സിൽ പപ്പ ചെയ്തിട്ടുള്ള തെറ്റുകളും ശരികളും കൃത്യമായി വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. 18 അല്ല, അതിന് 3-4 വർഷം മുമ്പ് പപ്പ ഒരു വിദ്യാർത്ഥിയും പിന്നെ കാലം കഴിഞ്ഞ് ഉദ്യോഗാർത്ഥിയും ഉദ്യോഗസ്ഥനും ഒക്കെയാകുന്ന കാലഘട്ടം. ഇന്ന് പപ്പായുടെ മുടി നരച്ച ശരീരം തടിച്ചു. മനസ്സിൽ വാത്സല്യവും വാർദ്ധക്യശുണ്ഠിയും മാത്രം. പക്ഷെ അന്ന് പപ്പ ചെറുപ്പമായിരിക്കുമ്പോൾ മോൾക്കറിയോ, പപ്പ കണ്ടാലും സുന്ദരനായിരുന്നു. പപ്പയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ നോക്കി മോൾ പറയാറുണ്ടായിരുന്നില്ലേ, പപ്പ ചെറുപ്പത്തിൽ സ്മാർട്ടായിരുന്നിരിക്കണമെന്ന്. മമ്മി പപ്പയെ ലവ് ചെയ്ത് കെട്ടിയതാണോയെന്ന് മോൾ ചോദിച്ചിട്ടില്ലേ? പപ്പ ലവ് ചെയ്തിരുന്നു ഒരിക്കൽ. ഈ മമ്മിയെയല്ല, മറ്റൊരു മമ്മിയെ, നിൻ്റെ സ്വന്തം മമ്മിയെ, ആനിയമ്മയെ. ഐവി വായന നിർത്തി. ഒരു നിമിഷം മുഖമുയർത്തി നോക്കി. തന്നെ നോക്കി നിർനിമേഷനായി നിൽക്കുന്നു ഫ്രിഞ്ചി. വഴിയിൽ ജീപ്പിനുള്ളിൽ കാത്തിരിക്കുന്ന എസ് ഐ ചന്ദ്രമോഹൻ. പിന്നിൽ വാതിൽക്കൽ വിഷണ്ണരായി നിൽക്കുന്ന തോമസും ത്രേസ്യാമ്മയും. ഐവി വീണ്ടും എഴുത്തിലെ വരികളിലേക്ക് കണ്ണുപൊഴുത്തി. ആനിയമ്മ, ചെറുപ്പത്തിലെ എൻ്റെ സ്വപ്നങ്ങളിൽ ജീവൻ പൂണ്ടു നിന്നിരുന്ന ഒരു പെണ്ണ്. കുളത്തെങ്കൽ തറവാട്ടിലെ സന്തതിയാണ് ഞാൻ. എൻ്റെ അച്ചായൻ അന്ന് ഈറ്റപ്പുലി പോലുണ്ട്. ഞാൻ ഒറ്റ മോനാണ് എൻ്റെ അച്ചായന്. എൻ്റെ ഏതാശയും അച്ചായൻ സാധിച്ചു തരും. അതോടൊപ്പം തന്നെ തറവാടിത്തം കാത്തു സൂക്ഷിക്കുന്നതിലും മുൻപന്തിയിലായിരുന്നു. അച്ചായനും കുട്ടിയച്ചൻ ചാച്ചനും ഒക്കെ അക്കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു. ഇവർക്കിടയിൽ ഞാനും ആനിയമ്മയുമായുള്ള ബന്ധമെങ്ങാൻ പൊട്ടിത്തുറന്നു വിട്ടാൽ സംഭവിക്കുന്ന ഭവിഷ്യത്ത് എന്നെ നടക്കുന്നതായിരുന്നു. അത്രയ്ക്ക് അന്തരമുണ്ട്. പള്ളിയിലെ കൊയറിൽ പാടുന്ന ഒരു പാവപ്പെട്ട പെണ്ണ്, ചായക്കട നടത്തുന്ന അന്ത്രോസിൻ്റെ ഒരേയൊരു മോള്. പള്ളിക്കൊയറിൽ പാടുന്നവനാണ് ഞാനും. ആനിയമ്മയും പാട്ടും എനിക്കൊരു ഹരമായിരുന്നു അന്ന്. പള്ളിക്കൊയറിൽ പാടുക നമ്മുടെ തറവാടിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതാണോടാ ഇത്? ഈ നക്കാപ്പിച്ച വാങ്ങിയിട്ട് വേണോടാ ഇവിടെ കഞ്ഞി വയ്ക്കാൻ? അച്ചായനും കുട്ടിച്ചൻ ചാച്ചനും വഴക്കിട്ടു. നക്കാപ്പിച്ച വാങ്ങാൻ വേണ്ടി അല്ല ചായ പാടുന്നത്, പിതാവിൻ്റെ മുമ്പിലല്ലേ, പിതാവിനെക്കുറിച്ചല്ലേ, അത്രയേ ഉള്ളൂ. ആ മറുപടി അവർക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പാടി. ഒപ്പം നിന്ന് അതിമധുരമായ സ്വരത്തിൽ ആനിയമ്മ പാടി. ഓരോ വിശേഷാവസരങ്ങളിലും ചടങ്ങുകളിലും പാടി. വിവാഹം നടത്തുമ്പോൾ പാടുന്ന പാട്ടിനാണ് ഏറെ ഇമ്പം. വധൂവരന്മാർക്ക് പകരം ഞാനും ആനിയമ്മയും നിൽക്കുന്നതായി സങ്കല്പിക്കും. ദേഹം നിറയെ പൊന്നും പട്ടുസാരിയും പിന്നെ നെറ്റും കൊറോണിറ്റും ധരിച്ച് ബൊക്കെയുമായി അധരങ്ങളിൽ വശ്യമായി പുഞ്ചിരിയും നിറച്ചു നിൽക്കുന്ന ആനിയമ്മ എന്നും എൻ്റെ സ്വപ്നങ്ങളെ കുളിരണിയിച്ചു. വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞു, ആനിയമ്മേ നീ കാത്തിരിക്കണം. നിയമബിരുദം എടുത്തു വന്നപ്പോഴും പറഞ്ഞു, ആനിയമ്മേ ഇനി ഏറെ കാത്തിരിക്കേണ്ടതായി വരില്ല. എനിക്ക് വിശ്വാസമില്ല ജോണിച്ച, ആനിയമ്മ സങ്കടത്തോടെ പറഞ്ഞു. ഇതൊക്കെ വെറും ആശകളാ, കടലാസ് കോട്ടകൾ. ചെറിയ മഴ വന്നാൽ മതി, നേരിയ കാറ്റടിച്ചാൽ മതി, ഒക്കെ തകർന്നു പോവും. പള്ളിപ്പറമ്പിലൂടെ വരികയായിരുന്നു ഞങ്ങൾ. ഒരു വിവാഹ ചടങ്ങിൽ പാടിയിട്ട് വരികയാണ് ഞങ്ങൾ. വില കൂടിയ ഒരു പട്ടുപാവാടയും ബ്ലൗസുമാണ് അവൾ ധരിച്ചിരുന്നത്. ആരും അറിയാതെ ഞാൻ
ഞാൻ അവൾക്ക് വാങ്ങി സമ്മാനിച്ചതാണെന്ന് ഞങ്ങൾക്കിരുവർക്കും കർത്താവിനും മാത്രമേ അറിയൂ. ആ പട്ടുപാവാടിക്കുള്ളിൽ അവളുടെ സൗന്ദര്യം ജ്വലിച്ചു. വിടർന്ന മിഴികൾ വല്ലാതെ തിളങ്ങി. എൻ്റെ അടുത്തെത്തുമ്പോൾ സന്തോഷത്തെക്കാളേറെ എന്നും അവൾക്ക് ആശങ്കയായിരുന്നു. ആരാനും കണ്ടാൽ ആ വിചാരം കൊണ്ട് മുഖം എപ്പോഴും വിളറിയിരിക്കും. നീ ഇങ്ങനെ ഭയന്നാലോ? ഞാൻ സമാധാനിപ്പിച്ചു. ഒരു കൊച്ചു കാറ്റല്ല, ഒരു കൊടുങ്കാറ്റടിച്ചാലും ജോണിൻ്റെ മനസ്സിന് മാറ്റമുണ്ടാകില്ല. ഒരു കൊച്ചു മഴയല്ല, ഇടിവെട്ടിപ്പെയ്യുന്ന മഴയുണ്ടായാലും ജോണിൻ്റെ തീരുമാനം തകർന്നു പോവില്ല. കൊച്ചുനാൾ മുതൽ നിന്നെ കണ്ടു, പ്രായമായപ്പോൾ മുതൽ നിന്നെ ആഗ്രഹിച്ച് സ്വയമറിയാതെ സ്നേഹിച്ചു പോയവനാണ് ഞാൻ. പക്ഷേ തെരുവോരത്തെ ചായക്കടയിൽ പകലന്തിയോളം പാടുപെടുന്ന ഒരപ്പൻ്റെ മോളാ ഞാൻ. അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാൻ ഒരാളായേനെ. എനിക്കതുമില്ല. അപ്പനോട് ജോണിച്ചൻ്റെ കാര്യം മിണ്ടാൻ ഭയമാ. എന്നെ കൊന്നുകളയും. വലിയവരുമായിട്ടുള്ള ബന്ധമൊക്കെ നാശത്തിനാണെന്ന് അപ്പൻ എപ്പോഴും പറയും. അവൾ കാര്യകാരണ സഹിതമാണ് പറയുക. തൽക്കാലം ആരും അറിയണ്ട പെണ്ണേ, നമ്മുടെ മനസ്സ് മാത്രം അറിഞ്ഞാൽ മതി. മറ്റാരെങ്കിലും അറിഞ്ഞാൽ കൊട്ടിഘോഷിക്കാൻ അത് മതി. ഒന്നും വേണ്ട, ഞാൻ നിർദ്ദേശിച്ചു. താമസിയാതെ ജോലി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിലും ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യും. രണ്ടായാലും അധികം താമസിക്കില്ല. എന്നിട്ട് ഞാൻ എൻ്റെ അച്ചായനോട് പറയും. പൊട്ടിത്തെറി അത് കഴിഞ്ഞാണ്. ജോണിച്ച, എന്നെ ജോണിച്ചന് അറിയാമല്ലോ. ഈ ഉടലിൽ ജീവൻ ശേഷിക്കും വരെ ജോണിച്ചിന് വേണ്ടി കാത്തിരിക്കും. അതിൽ സംശയമോ ഭയമോ എനിക്കില്ല താനും. പക്ഷേ അവൾ തെല്ല് ഭീതിയോടെ നിർത്തി. പക്ഷേ പറയൂ, എന്താ നിർത്തിയത്? ജോണിച്ചന് അറിയാമല്ലോ ചെറിയാൻ ചേട്ടനെ. ദേഷ്യവും പുച്ഛവും കലർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. ചെറിയാൻ? എനിക്കറിയാം അയാളെ. 18 വയസ്സുള്ള ആനിയെ കെട്ടാൻ നൊയമ്പ് നോറ്റ് നടക്കുന്ന 38കാരൻ. കള്ളുകുടിയൻ, കാമവെറിയൻ, ലോറി ഡ്രൈവർ. ആരുടെയോ ഒരു ലോറി ശമ്പളത്തിന് ഓടുകയാണ്. പുറമ്പോക്കിൽ തന്നെയുള്ള തൊമ്മിച്ചൻ്റെ 3 മക്കളിൽ മൂത്തവൻ. തൊമ്മിച്ചനും അന്ത്രയോസും തമ്മിൽ സുഹൃത്തുക്കളാണ്. ഇരുവരുടെയും ഭാര്യമാർ മരിച്ചു. മരിക്കും മുമ്പ് ഭാര്യമാർ തമ്മിൽ വാക്കുണ്ടായിരുന്നത്രേ, ആനിയമ്മയെ ചെറിയാന് കൊടുക്കാമെന്ന്. അയാൾ വാക്കിൻ്റെ ബലത്തിലാണ്. കെട്ടിക്കാൻ നയാ പൈസ കൈവശം സൂക്ഷിക്കാൻ കഴിയാത്ത അന്ത്രയോസിനും അത് സമ്മതമാണ്. ചെറിയാനാണെങ്കിൽ അധ്വാനി, പണമുണ്ടാക്കുന്നവൻ, ആരോഗ്യമുള്ളവൻ. പിന്നെ ഇത്തിരി മദ്യപിക്കും. അതൊരു ദുശീലമാണോ? ആരാ കുടിക്കാത്തത്? അന്ത്രയോസ് മുഴുക്കുടിയനാണ്. പിന്നെന്താ, കാണുന്ന പെൺപിള്ളേരെയൊക്കെ ഒന്ന് നോക്കുമെന്നോ? കെട്ടാത്ത ആൺപിള്ളേരെ അങ്ങനെ നോക്കിയെന്നൊക്കെ ഇരിക്കും. ചിലപ്പോൾ വല്ല പെണ്ണുങ്ങളുടെ അടുത്ത് പോയെന്നും ഇരിക്കും. കെട്ടിക്കഴിഞ്ഞ് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. പിന്നെ പ്രായം കൂടിപ്പോയി എന്നോ? ആണുങ്ങൾക്ക് ഇത്തിരി പ്രായം കൂടിയെന്ന് വെച്ചെന്താ ആണത്തം പോകുമോ? പിന്നെ വല്ല രാജകുമാരനും വരുമോ ഇവളെ കെട്ടാൻ? വല്ല സമ്പാദ്യമുണ്ടോ? സംശയമില്ല, ആനിയമ്മ ചെറിയാനുള്ളത് തന്നെ. അന്ത്രയോസിൻ്റെ നിലപാട് ഇതാണ്. വീടിനോട് ഉത്തരവാദിത്തമില്ലാത്ത മുരടനായ തെമ്മാടിയായ ഒരുവനെ ആനിയെപ്പോലൊരു പാവം പെണ്ണ് എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? അവൾക്ക് ഒരിക്കലും ഇഷ്ടമല്ല. പ്രായമായപ്പോൾ മുതൽ ചെറിയാൻ അവളെ സമീപിക്കുന്നതാണ്. കാട്ടിൽ തടിയെടുക്കലാണ് പണി. ലോറിയിലൊരു പോക്ക് പോയാൽ 2-3 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തുക. വന്നാൽ ഒരാഴ്ച വീട്ടിൽ താവളമടിക്കും. ആ ഒരാഴ്ച ആനി ഭയന്നും വിറച്ചുമാണ് കഴിയുക. കുറുക്കനെ പോലെ എപ്പോഴും ആനിയുടെ മേൽ അയാൾക്കൊരു കണ്ണുണ്ട്. അവകാശം കൂടി ഉണ്ടെന്നാണ് ഭാവം. പോയിട്ട് 1-1.5 മാസമായി. എന്നാ വരിക എന്നറിയില്ല. ഇത്തവണ വന്നാൽ തീരുമാനം ഉണ്ടാക്കണമെന്ന കർശനമായി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൻ അയാൾ വരാൻ കാത്തിരിക്കുക, ആനിയമ്മ പറഞ്ഞു. ഞാൻ ആകെ വിഷമത്തിലായി. അയാൾക്ക് മുമ്പിൽ മിന്നുകെട്ടാൻ നിൽക്കേണ്ടി വന്നാൽ ഞാൻ ചത്തുകളയും ജോണിച്ച. നീ വിഷമിക്കല്ലേ, നീ കരയുന്നത് കാണാൻ എനിക്ക് വയ്യ, ഞാൻ സമാധാനിപ്പിച്ചു. അങ്ങനെ കർശനമായി ഒരു തീരുമാനമുണ്ടായാൽ ഷുവർ നിൻ്റെ ജോണിച്ചൻ അവിടെയുണ്ട്. ജോലി കിട്ടിയില്ലെങ്കിലും കുളത്തുങ്കൽ ജോണിനൊരു പ്രശ്നവുമില്ലെന്ന് നിനക്കറിയാമല്ലോ. ജോണിച്ചന് പ്രശ്നമില്ല, സമ്മതിച്ചു. പക്ഷേ കുളത്തുങ്കലെ മറ്റുള്ളവരോ? ഞാനും വല്ലാതായി. കഴുത്തിൽ ജീവൻ ശേഷിക്കുമെങ്കിൽ അച്ചായൻ ഈ ബന്ധത്തിന് സമ്മതം മൂളുമെന്ന് കരുതണ്ട. എനിക്ക് വിശ്വാസമില്ല. കുളത്തുങ്കലുള്ള ഞങ്ങളുടെ തറവാട്ടിൽ നിന്നും ഇങ്ങു മാറി മുക്കവലയോട് ചേർന്നുള്ള ഞങ്ങളുടെ 10 ഏക്കർ പുരയിടത്തിൽ വലിയൊരു കെട്ടിടം വെച്ചാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനും അച്ചായനും അമ്മച്ചിയും. അച്ചായൻ സമ്മതം മൂളിയാൽ എൻ്റെ ആനിയമ്മയ്ക്ക് അവിടെ റാണിയായി വാഴാം. പക്ഷെ അതിനെന്താണ് വഴി? കണ്ടുപിടിക്കണം. അമ്മച്ചിയെ പിന്നെ സമ്മതിപ്പിക്കാം, പാവമാണ്. ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. എൻ്റെ ഏതിഷ്ടവും അമ്മച്ചി സാധിച്ചു തരുമായിരുന്നു. അമ്മച്ചിയെ മണിയടിച്ച് കാര്യം അവതരിപ്പിക്കുക.
പണമില്ല എന്നതൊഴിച്ചാൽ മറ്റെന്താണ് എൻ്റെ ആനിയമ്മയ്ക്കൊരു കുറവ്? ഒരു കുറവുമില്ല. എൻ്റെ ഹൃദയത്തിൽ അവൾ ഈ ലോകത്തിലേക്കും വെച്ച ഏറ്റവും സുന്ദരിയാണ്. എന്താ ജോണിച്ചനൊന്നും മിണ്ടാത്തത്? വീട്ടുകാർ സമ്മതിക്കില്ല. തീർച്ച. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. അവൾക്കൊരു മറുപടി കിട്ടിയേ മതിയാകൂ. ആ, കാര്യങ്ങൾ അത്രത്തോളം ആകട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്ന്. എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊന്ന് തീർച്ചപ്പെടുത്തേണ്ടത് അത് കഴിഞ്ഞാണ്, അവൾ പറഞ്ഞു. ആനിയമ്മേ, പൊള്ളലേറ്റതുപോലെ ഞാൻ ഞെട്ടി. അവളുടെ കയ്യിന്മേൽ കടന്നു പിടിച്ച് ഞെരിച്ചു. നീ എന്താണിപ്പോൾ പറഞ്ഞത്? എന്താന്ന് നിനക്കറിയോ? ഞങ്ങൾ പള്ളിപ്പറമ്പിൻ്റെ അവസാനത്തെങ്കിൽ എത്തിയിരുന്നു. പരസ്പരം ഒന്ന് കാണാനും സംസാരിക്കാനും ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു ആ പള്ളിപ്പറമ്പ്. ചുറ്റും മതിലും വാഴയും തെങ്ങും കൊക്കോയും ഒക്കെയായി. പുറം ലോകത്തിന് അത്ര പെട്ടെന്നൊന്നും അതിനുള്ളിലേക്ക് നോട്ടം എത്തുമായിരുന്നില്ല. അവൾ കരച്ചിലോടെ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. ഞാൻ അവളെ നെഞ്ചിലേക്ക് ഇറുകി ചേർത്ത് സാന്ത്വനിപ്പിച്ചു. അബദ്ധമൊന്നും പറയരുത്, കാട്ടുകയും ചെയ്യരുത്. ഞാനുണ്ട്, എന്തു വന്നാലും ഞാനുണ്ട്. വീട്ടുകാർ എതിർത്താലും ലോകം മുഴുവൻ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും. അവൾ മുഖമുയർത്തി എന്നെ നോക്കി. നീരണിഞ്ഞ മിഴികളിൽ നോക്കി ഞാൻ എൻ്റെ പ്രതിജ്ഞ ആവർത്തിച്ചു. നീ എൻ്റേതാണ് മോളെ, എൻ്റേതു മാത്രം. അവളെ ഒട്ടൊക്കെ സാന്ത്വനിപ്പിച്ച് ധൈര്യവതിയാക്കിയിട്ട് മുമ്പോട്ട് നടന്നു. ഇനിയൊരു ഇടക്കയ്യാലിയുണ്ട്, അത് ചാടിക്കടന്ന് അവൾ പോകും. മറുവഴിയിട്ട് ഞാനും. ഈ വളപ്പിന് വെളിയിൽ ഞങ്ങൾ അപരിചിതരാണ്, വെറും നാട്ടുകാർ. പക്ഷേ കയ്യാലപ്പടി ചാടി ആനിയമ്മ നിന്നത് അവളുടെ അപ്പൻ്റെ മുൻപിൽ. അന്ത്രയോസിൻ്റെ ഒറ്റയടിക്ക് അവൾ താഴെ വീണു. ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു നിമിഷത്തിൽ പെട്ടെന്നായിരുന്നു ആ ആക്രമണം. അതുകൊണ്ട് ഒരു മുൻകരുതലും എടുക്കാൻ കഴിയാതെ പോയി. ഒരു മറുപടിക്ക് പോലും സ്ഥാനമില്ലാതെ പോയി. അത്രയ്ക്ക് സ്തംഭനാവസ്ഥ. എന്തു വന്നാലും ഞാനുണ്ട്, നീ കരയുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല എന്നൊക്കെ സമാധാനിപ്പിച്ച് അവൾക്ക് ധൈര്യമേകിയിരുന്ന ഞാനത് കണ്ടു നിന്നു. എൻ്റെ കൺമുമ്പിലിട്ട് അന്ത്രയോസ് അവളെ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നത്. രാത്രിയിൽ പെയ്ത മഴയുടെ ശേഷിപ്പ് പോലെ ആ ഇടക്കയ്യാലയ്ക്കപ്പുറത്ത് കെട്ടിക്കിടന്നിരുന്ന ചെളിയിലേക്ക് അവൾ വീഴുന്നത് ഞാൻ കണ്ടു നിന്നു. ഞാൻ തുന്നിക്കൊടുത്ത ആ പട്ടുപാവാടയും ബ്ലൗസും ചെളിയിൽ പൂണ്ടുപോയതും ഞാൻ കണ്ടു. നീണ്ടുരുണ്ട അവളുടെ മുടി മെടഞ്ഞിട്ടിരുന്നത് അപ്പാടെ ചെളി പുരണ്ടിരിക്കുന്നതും ഞാൻ കണ്ടു. ആ ചെളിയിലിട്ട് തന്നെ അന്ത്രയോസ് വീണ്ടും വീണ്ടും അവളെ ചവിട്ടുന്നതും കണ്ടു. എനിക്ക് ശബ്ദമില്ലായിരുന്നു, ചലനമില്ലായിരുന്നു. അറബിക്കഥയിലെ രാജകുമാരനെ പോലെ 7ാം മാളിക മുകളിൽ പറന്നെത്തി രാജകുമാരിയെയും കവർന്ന വിജഗീഷുവായി തിരിച്ചെത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും ആ നിമിഷം എനിക്ക് മനസ്സിലായി. ഒരുമ്പെട്ടോളെ, തെണ്ടിച്ചി, പിഴച്ചോളെ, അങ്ങനെയൊക്കെ അവളെ അന്ത്രയോസ് വിളിച്ചു. കൊല്ലു ഞാൻ, കൊന്നു കുഴിച്ചു മൂടുമടി പട്ടി. അയാളുടെ കണ്ണുകൾ തുറച്ചുന്തി നിന്നു. ആ ഭർസനങ്ങൾക്കിടയിലും സന്ദർഭം കിട്ടിയപ്പോൾ എന്നോട് അവൾ ആംഗ്യം കാട്ടി പൊയ്ക്കൊള്ളാൻ. ഞാൻ പോയില്ല. എങ്ങനെ പോകും? എൻ്റെ ചലനശക്തി നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. കൊച്ചുമുതലാളി, അന്ത്രയോസ് ഭവ്യത കലർന്നതെങ്കിലും ഗൗരവത്തിൽ തന്നെ എന്നെ വിളിച്ചു. ഇടത് കൈയിൽ അയാൾ അവളുടെ മെടഞ്ഞ മുടി ചുറ്റി പിടിച്ചിരുന്നു. വലതുകരം അവളുടെ കഴുത്തിലും ചുറ്റിപ്പിടിച്ചിരുന്നു. അവൾ കണ്ണുകൾ തുറക്കുകയും പിടയ്ക്കുകയും ചെയ്തിരുന്നു. നോക്ക്, നിങ്ങൾ വലിയ പണമുള്ളവർ, ഞങ്ങൾ പാവങ്ങളാ. എൻ്റെ ഈ പെണ്ണ് ചെറുപ്പമാ. ഓള് നിങ്ങളെ കണ്ടു മയങ്ങി. നിങ്ങൾ ഓളെ പഴപ്പിച്ചിട്ട് സ്ഥലം വിടും. നടക്കത്തില്ല. അന്ത്രയോസ് ജീവനോടെ ഉള്ളപ്പോൾ അത് നടക്കത്തില്ല. കൊന്ന് ഞാൻ ആറ്റിലെറിയും. കൊളത്തിക്കംകാരെ അന്ത്രയോസിന് പേടിയില്ല. ആ, ദാ മേലാൽ ഇവളെ കാണുകയോ മിണ്ടുകയോ ചെയ്താൽ കണ്ടല്ലോ, ഈ കൈയൊന്ന് മടക്കിയാൽ ഓള് കായും. അന്ത്രയോസിന് ജയിലിൽ പോകാൻ മടിയൊന്നുമില്ല. എൻ്റെ മോള് പിഴച്ചുവെന്ന് കേൾക്കണേലും ഭേദം ജയില് തന്നെ. പിന്നൊരു കാര്യം, എൻ്റെ പെണ്ണിനെ കൊല്ലുന്ന കൂട്ടത്തിൽ ഞാൻ കൊച്ചുമുതലാളിനെ കൊല്ലും. എന്നിട്ടേ ജയിലിൽ കയറൂ. ഓർത്തു. അയാൾ അവളുടെ കഴുത്തിൽ നിന്നും പിടിവിട്ടു. അവൾ കണ്ണുമിഴിക്കുകയും ചുമയ്ക്കുകയും കഴുത്തിൽ തിരുമുകയും ചെയ്തു. അന്ത്രയോസ്, ഞാൻ മെല്ലെ ശബ്ദം വീണ്ടെടുത്തു. ആനിയമ്മയുടെ നില കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവളെ കോരിയെടുത്ത് നെഞ്ചിൽ അമർത്താൻ തോന്നി. പക്ഷേ കാലനെപ്പോലെ അന്ത്രയോസ്, ഞാൻ കാര്യമായി തന്നെ തറപ്പിച്ചു പറഞ്ഞു. ഞാൻ അവളെ പഠിപ്പിക്കത്തില്ല. ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ കെട്ടും. ഇക്കാര്യത്തിൽ അന്ത്രയോസ് സംശയിക്കേണ്ട. അവളുടെ മുടിയിൽ നിന്നും വലതുകരം കൂടി വിട്ടിട്ട് 2 കൈയും കൂട്ടി മുമ്പോട്ട് നീട്ടി അയാൾ പരിഹസിച്ചു. നിങ്ങൾ ഞൊട്ടു. ഉവ്വ ഉവ്വ. കുളത്തിങ്കലെ മോലാളിമാരെ അന്ത്രയോസ് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ തന്തയ്ക്ക് ഈ പണിയുണ്ടായിരുന്നു. തന്തയുടെ തന്തയ്ക്കും ഉണ്ടായിരുന്നു ഈ പണി. ഒന്നിനെയും കെട്ടിയിട്ടില്ല. കെട്ടാൻ നേരം പൊന്നിൽ കുളിച്ച് പട്ടിൽ പൊതിഞ്ഞ്
തലച്ചുമടായി രൂപയും കൊണ്ട് വരുന്നോളെ തപ്പിയെടുക്കും. അവളുമാരൊക്കെയാ ഇപ്പോഴും കുളത്തിങ്കിലെ അകത്തമ്മമാര്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അന്ത്രയോസ് ചീത്തയാ. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവളെ ഒരുത്തിന് പറഞ്ഞു വെച്ചിരിക്കുന്നതാ. അവൻ വന്നാൽ പിടിച്ചു കൊടുക്കാൻ നോക്കിയിരിക്കുക ഞാൻ. അന്ത്രയോസ്, ഞാൻ കാര്യമായി പറഞ്ഞതാണ്. എനിക്ക് ഇവളെ ഇഷ്ടമാണ്. കുളത്തിങ്കിലെ ആര് മുമ്പ് എന്ത് ചെയ്താലും എനിക്കത് ബാധകമല്ല. ആനിയമ്മയെ എനിക്ക് വേണം. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഇതൊക്കെ എത്ര കണ്ടതും കേട്ടതുമായി ഈ അന്ത്രയോസ്. പോ അപ്പനെ, പോ, വീട്ടിൽ പോ. എൻ്റെ പെണ്ണിനെ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അന്ത്രയോസ്, ഞാൻ പറയുന്നത് നിങ്ങൾ ദയവായി ഒന്ന് കേൾക്കൂ. ആനി എല്ലാ കാര്യങ്ങളും പറയും. എനിക്ക് ജോലി കിട്ടാറായിരിക്കുകയാണ്. കിട്ടിയാൽ ഉടൻ ഞാൻ ഇവളെ കെട്ടും. തീർച്ച. ഞാൻ ആകുന്നത്ര പറഞ്ഞു നോക്കി. നടപ്പില്ല അപ്പനേ, നടപ്പില്ല. ഇവളെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നതാ ചെറിയാന്. അന്ത്രയോസിന് വാക്കൊന്നേയുള്ളൂ, തന്തേ ഒന്നേയുള്ളൂ. കൊച്ചുമുതലാളിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഉണ്ടേ പറ, ഇല്ലെങ്കിൽ പോകാൻ നോക്ക്. അന്ത്രയോസ് അവളുടെ മിടഞ്ഞ മുടിയിൽ വീണ്ടും പിടുത്തം വിട്ടു. വലിച്ചിഴച്ചു. അയാൾക്ക് പിന്നിൽ ബലിയാടിനെ പോലെ അവൾ നടന്നു മറഞ്ഞു. ഞാൻ ജീവശവുമായി അങ്ങനെ തന്നെ നിന്നു, ചലനമില്ലാതെ. ആനിയമ്മയ്ക്ക് അതോടെ വിലക്കുകളായി. എങ്ങും പോകാൻ അനുവാദമില്ല. പള്ളിയിൽ കൊയറിന് പോലും. ഒരു വിവാഹവേളയിൽ പാട്ടുകാരിയില്ലാതെ ഫാദർ ആൻ്റണി പുല്ലാന്തറ ആകെ വിഷമത്തിലായി. അതിലേറെ ഞാനും വിഷമിച്ചു. അവളില്ലാതെ ഞാൻ എങ്ങനെ പാടും? ഞാൻ ഫാദറിനോട് സത്യം തുറന്നു പറഞ്ഞു. ഫാദർ പോലും നടുങ്ങിപ്പോയി. കുളത്തിങ്കലെ കൊച്ചൻ പുറമ്പോക്കിലെ അന്ത്രയോസിൻ്റെ മകളെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. ഫാദർ എന്നെ ഉപദേശിച്ചു, ശാസിച്ചു. ഞാനൊരു വാഗ്ദാനം മാത്രം ഫാദറിൽ നിന്ന് വാങ്ങി. ഒരിക്കലും ഫാദർ ഈ വിവരം കുളത്തിങ്കലെ ആരെയും അറിയിക്കരുത്. ഫാദർ വാക്ക് തന്നു. ഫാദർ, ആനിയമ്മയെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ടൂ. ആരൊക്കെ എതിർത്താലും അവളെ എനിക്ക് വേണം. ഫാദർ ആലോചിച്ചു. ഇപ്പോൾ ഫാദർ തന്നെ അന്ത്രയോസിനോട് പറഞ്ഞ് അവളെ സ്വതന്ത്രയാക്കണം. നാളെ നടക്കുന്ന വിവാഹച്ചടങ്ങിൽ അവളില്ലാതെ പാടാൻ എനിക്ക് ആവില്ല അച്ചോ. ഫാദർ എന്നെ മനസ്സിലാക്കി. എൻ്റെ മനസ്സ് ഹൃദിസ്ഥമാക്കി. പിന്നെ പുറപ്പെട്ടു. എന്തടവ് പ്രയോഗിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഫാദറിനോടൊപ്പം പിറ്റേന്ന് പാടാൻ അവളെത്തി. എനിക്ക് എൻ്റെ ഹൃദയം വലിഞ്ഞു പൊട്ടുകയായിരുന്നു. 2 ആഴ്ചത്തോളമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. അവളുടെ കണ്ണുകൾ തുളുമ്പിയിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് പാടുമ്പോൾ ശബ്ദം പതറാതിരിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. വിവാഹച്ചടങ്ങുകൾ നടത്തുമ്പോഴും ഫാദർ പുല്ലാന്തറയുടെ കണ്ണുകൾ ഞങ്ങളിൽ പാറി വീഴുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. വിവാഹച്ചടങ്ങ് തീർന്നതും ഫാദർ തന്നെ അവളെയും കൊണ്ട് നടന്നു. ഫാദർ, ഞാൻ പിന്നാലെ ചെന്നു. ജോൺ, ഈ ചടങ്ങ് കഴിയുന്നതും ഇവളെ അവിടെ എത്തിക്കാമെന്ന് അന്ത്രയോസിന് ഞാൻ വാക്കു കൊടുത്തുപോയി. ആദ്യം തന്നെ വാക്കു തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. നീ വിഷമിക്കേണ്ട ജോൺ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. പോരെങ്കിൽ ഈശോമിശിഹായും സ്നേഹിക്കുന്ന മനസ്സുകളോടൊപ്പമാണ്. ഞാൻ ചിരിച്ചു. കണ്ണീർ തുടച്ച ആനിയും. കണ്ണുകൾ കൊണ്ട് അവൾ യാത്ര പറഞ്ഞു. പിന്നെയും തമ്മിൽ കാണാത്ത ദിവസങ്ങൾ, വിരഹദുഃഖം നിറഞ്ഞ നിശ്വാസങ്ങൾ. ഒടുവിൽ ഒരു ഞായറാഴ്ച ആദ്യ കുർബാനയ്ക്ക് അവൾ എത്തി. പള്ളി പിരിഞ്ഞപ്പോൾ ആരും കാണാതെ അവൾ പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. മറ്റാരും ശ്രദ്ധിക്കാതെ ഞാനും ചെന്നു. ആനിയമ്മേ, പിടച്ചിലോടെ ഞാൻ പാഞ്ഞടുത്ത് ചെന്നു. നിന്നെ വിട്ടോ? അപ്പൻ അവിടെ ഇല്ല, ആനി പറഞ്ഞു. എവിടെ പോയി? വണ്ടിപ്പെരിയാറിന്. അമ്മാച്ചന്മാർ 2 പേർ അവിടാണ്. കല്യാണം തീരുമാനിക്കാൻ പോയതാ. ഇനിയത്തെ തവണ ചെറിയാൻ ചേട്ടൻ വരുമ്പോൾ കല്യാണം. അയാൾ എന്നാ വരിക? അത് അയാൾക്കേ അറിയൂ. വന്നു കഴിയുമ്പോൾ നടത്തും. എന്തായാലും അവൾ തേങ്ങി. നിൻ്റെ അപ്പൻ എന്നാ വരിക? നാളെ വരും. ഞാൻ പോകുക. മേരിച്ചേച്ചി വഴക്ക് പറയും താമസിച്ചാൽ. മേരിച്ചേച്ചിയോ? അതാരാ? ചെറിയാൻ ചേട്ടൻ്റെ പെങ്ങള്. അവരെ കാവലാക്കിയിട്ട് അപ്പൻ പോയത്. ഞാൻ മേരിച്ചേച്ചിയോട് കെഞ്ചി പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടൊന്ന് വിട്ടത്. ആദ്യ കുർബാനയ്ക്കെന്നും പറഞ്ഞ് ഒന്ന് കാണാൻ. ഞാൻ എത്ര വിഷമിക്കുന്നെന്നോ. അവൾ നാലുപാടും നോക്കി. ഞാൻ പോവുക. നിന്നെ ഞാൻ 4-5 ദിവസമായി കാത്തിരിക്കുന്നു ഒരു കാര്യം പറയാൻ. എന്ത് കാര്യം? ഒരു സന്തോഷ വർത്തമാനം. പറയൂ. നോ, പറയില്ല. ഇന്ന് നിൻ്റെ അപ്പൻ അവിടെ ഇല്ലല്ലോ. ആ മേരി ശല്യം ഉറങ്ങിക്കഴിയുമ്പോൾ നീ ഇടം കയ്യാലെ ചാടി പള്ളിപ്പറമ്പിൽ വരണം രാത്രിയിൽ. എൻ്റെ ഈശോയെ, അവൾ ഭയന്ന് നെഞ്ചിൽ കൈവച്ചു. വരണം, വന്നേ പറ്റൂ. ഇങ്ങനെ കാണാതെ സംസാരിക്കാതെ എനിക്ക് വയ്യ. എൻ്റെ ഹൃദയം പൊട്ടുന്നു. നീ വരണം. ഇതിലും നല്ലൊരവസരം എന്ന് കിട്ടും? നമുക്ക് ഒരുപാട് ആലോചിക്കാനുണ്ട് ഭാവിയെപ്പറ്റി. നിനക്കുമില്ലേ എന്നോട് ഒത്തിരി കാര്യം പറയാൻ? ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ.
എങ്കിൽ ഞാൻ കാത്തിരിക്കും പള്ളിപ്പറമ്പിൽ. അവൾ ആശങ്കയോടെ എന്നെ നോക്കി, പിന്നെ തലയാട്ടി. രാത്രിയിൽ ഞാൻ ഇടക്കയ്യാലയ്ക്കപ്പുറത്ത് കാത്തിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ അവളുടെ വീട് കാണാം. പള്ളിപ്പറമ്പിൽ ആരും അറിയാതെ നൂണ്ട് കയറി പൊഴിഞ്ഞ തേങ്ങ പെറുക്കാനാണ് അന്ത്രയോസ് അന്ന് വന്നത്, ഞങ്ങളെ കയ്യോടെ പിടിച്ചത്. കയ്യാലപ്പുറത്തു നിന്ന് ഞാൻ അവളുടെ വീടിൻ്റെ ഭാഗത്തേക്ക് നോക്കി. നിലാവിൻ്റെ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. ഏറെ കാത്തു നിൽക്കേണ്ടി വന്നുവെങ്കിലും വന്നു എൻ്റെ ആനിയമ്മ. ജോണിച്ചാ, ഭീതിയോടെ അവൾ എന്നെ വിളിച്ചു. എൻ്റെ നെഞ്ചിലേക്ക് അവളെ ആഞ്ഞു പുൽകി. ഞാൻ എന്നിലേക്ക് അവളെ ആവാഹിച്ചെടുക്കാൻ നോക്കി. എന്തേ വൈകിയത്? മേരിച്ചേച്ചി ഉറങ്ങിയത് ഇപ്പോഴവൾ അവൾ മന്ത്രിച്ചു. കയ്യാലയ്ക്കപ്പുറത്ത് പള്ളിപ്പറമ്പിലെ പടർന്നു കിടക്കുന്ന കൊക്കോ മരത്തിൻ്റെ താഴെ ഞങ്ങൾ ചേർന്നിരുന്നു. കൊക്കോയുടെ ഇലകൾ പൊഴിഞ്ഞു വീണ് മെത്തയായി കിടക്കുന്ന സ്ഥലം. ഞാൻ അവളെ എൻ്റെ മടിയിൽ കിടത്തി. ഈ രാത്രി, ഈ നിലാവ്, ഈശോമിശിഹ, ഇവരൊക്കെ മാത്രമേ ഞങ്ങളുടെ സംഗമത്തിന് സാക്ഷിയായുള്ളൂ. എനിക്ക് ഉടനെ പോകണം. മേരിച്ചേച്ചി ഉണർന്നാൽ അവൾ ഭീതിയോടെ പറഞ്ഞു. ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചത് എന്തിനാണെന്നോ? പറയൂ. രാവിലെ മുതൽ ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ കാത്തിരിപ്പ് അവസാനിക്കാറായി പെണ്ണേ. നിന്റെ ഈ ജോണിച്ചൻ ഉദ്യോഗസ്ഥനായിരിക്കുന്നു, അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. എൻ്റെ ഈശോയെ, ഇത് നേരാണോ? അവൾ എന്നെ ഇറുകെ കെട്ടിപ്പുണർന്നു. സത്യം, ഞാൻ തിങ്കളാഴ്ച ജോയിൻ ചെയ്യും. കൃത്യം ഒരാഴ്ച. നമ്മൾ ഇരുവരും ഫാദർ ആൻ്റണി പുല്ലാന്തറയുടെ മുമ്പിൽ ചെല്ലുന്നു, ആശീർവാദം വാങ്ങുന്നു, പിന്നെ പോകുന്നു. വിവാഹം രജിസ്റ്റർ ആക്കുന്നു. നീ കേട്ടോ ഞാൻ പറഞ്ഞതൊക്കെ? എൻ്റെ ദൈവമേ, ആനിയുടെ നാവിൽ നിന്ന് അതേ വന്നുള്ളൂ. അവൾ എന്നെ വിടാതെ മുറുകെ പുണർന്നു. എൻ്റെ നെറുകയിൽ ചുംബിച്ചു. ഞങ്ങൾ പരസ്പരം മറന്നുപോയ നിമിഷങ്ങൾ. ഒടുവിൽ എപ്പോഴോ എങ്ങനെയോ ഈ ലോകത്തെ തന്നെ ഞങ്ങൾ മറന്നുപോയി. എന്തുകൊണ്ടെന്നറിയാതെ, എന്തിനെന്നറിയാതെ, പരസ്പരം വേർപെടാനാവാതെ വന്ന ആ നിമിഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്ന് സടകുടഞ്ഞെണീറ്റ് കഴിഞ്ഞിരുന്നു. ദുഷ്ട, ചതിയ, ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമല്ലേ? എന്നെ നിങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ അലറിപ്പറഞ്ഞ് ഉറക്കെ കരഞ്ഞ് അവൾ എന്നെ പഴിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുറ്റബോധത്തോടെ ഞാൻ മുഖം കുനിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പകരം കുനിഞ്ഞ എൻ്റെ മുഖം പിടിച്ചുയർത്തി നെറ്റിമേൽ അവൾ അധരങ്ങൾ അമർത്തി. ജോണിച്ചാ, രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഞാൻ ജോണിച്ചൻ്റേതായി അല്ലേ? ഞാനവളെ കെട്ടിപ്പുണർന്നു. നിനക്കെന്നോട് ദേഷ്യമില്ലേ? എന്തിന്? ജോണിച്ചനാണെൻ്റെ ദൈവം. എനിക്കെൻ്റെ ദൈവത്തിന് വിശ്വാസമാണ്. എന്നെ തന്നെ സമർപ്പിച്ചല്ലാതെ എൻ്റെ സ്നേഹം ഞാൻ എങ്ങനെ പൂർണ്ണമായി തന്നു തീർക്കും? നോക്ക് എൻ്റെ ആനിയമ്മേ, എനിക്ക് തോന്നുന്നത് നമ്മളങ്ങനെ ഒളിച്ചോടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ്. എന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? ഇത്തിരി മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഉണ്ട്. ഇത്തിരി മുമ്പ് പറഞ്ഞ് ഞാനല്ല ഇപ്പോൾ. നിന്റെ സ്നേഹം പൂർണ്ണമായി സ്വീകരിച്ചു പോയില്ലേ? അവൾ മൂളി. ഞാൻ അച്ചായനോടും അമ്മച്ചിയോടും പറയും. എൻ്റെ ഈശോയെ, നീ ഭയപ്പെടേണ്ട. ഞാൻ ഒറ്റ മോനാ. എൻ്റെ അച്ചായനും അമ്മച്ചിക്കും എന്ത് പ്രശ്നമുണ്ടായാലും എന്നെ കൈവിടാനൊക്കില്ല. എൻ്റെ ഇഷ്ടം അവരുടെ ഇഷ്ടമാകും. ആദ്യം എതിർക്കും, തീർച്ച. പക്ഷേ ഒരു സത്യാഗ്രഹ സമരം, അത് നിരാഹാരമായാൽ അമ്മച്ചി വീഴും. അമ്മച്ചി വീണാൽ പിന്നെ അച്ചായൻ ഡിം. എന്താ? ആവോ, പണമില്ലെന്നതൊഴിച്ചാൽ നിനക്ക് എന്താ ആനി കുറവ്? അതും നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മളാണ്. ആനി മിണ്ടിയില്ല. പള്ളിയിൽ വെച്ച് ആഘോഷമായി ഫാദർ ആൻ്റണി പുല്ലാന്തറയുടെ കാർമ്മികത്വത്തിൽ നമ്മുടെ വിവാഹം എത്ര ഭംഗിയായിരിക്കും. ആലോചിച്ചു നോക്കൂ. പക്ഷേ സമയം വേണം. ഒരു യുദ്ധം തന്നെ ഞാൻ ചെയ്യണം. എന്നാലും കാര്യം നേടും. നീയും യുദ്ധം ചെയ്യണം. ഞാനോ? അതെ, നിന്റെ തന്തയോടും ആ വില്ലൻ ചെറിയാനോടും പിടിച്ചു നിൽക്കണം. എൻ്റെ ഇച്ചായൻ സമ്മതിക്കും വരെ, എൻ്റെ മരണം വരെ പിടിച്ചു നിൽക്കും ജോണിച്ചിന് വേണ്ടി. മതി, ഞാൻ തൃപ്തനായി. ഞാൻ തിങ്കളാഴ്ച ജോലിക്ക് ജോയിൻ ചെയ്തു. ബാറിലെ ഒരു വക്കീലിനോടൊപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഉദ്യോഗസ്ഥനായതോടെ വല്ലാത്ത കാര്യബോധവും മുമ്പില്ലാത്ത ധൈര്യവും ഒക്കെ തോന്നി. അച്ചായനോടും അമ്മച്ചിയോടും ഒരു നല്ല മുഹൂർത്തം നോക്കി പ്രശ്നം പറയാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പ്രശ്നം വന്നത്. അമ്മച്ചിക്ക് ഒരാങ്ങളയേ ഉള്ളൂ. അമ്മാച്ചൻ ഡൽഹിയിലാണ്, ആർമി ഓഫീസർ. അവിടെ വെച്ച് മൂത്ത മോളുടെ വിവാഹം റിനിയുടെ അറേഞ്ച് ചെയ്തതും പെട്ടെന്ന്. വരൻ അമേരിക്കയിൽ ഡോക്ടർ. നോവൽ നാളെ തുടരും.